ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് സോയാ ചില്ലി ഫ്രൈ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. നമുക്കതിൻ്റെ റെസിപ്പി നോക്കിയാലോ. എനിക്ക് പൊതുവേ ഈ വെജിറ്റേറിയനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ സോയാബീൻ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം ഞാൻ അത്യാവശ്യം ഇത് കഴിക്കാൻ തുടങ്ങി. ഞാൻ മുമ്പൊന്നും ഈ സോയാബീൻ തീരെ കഴിക്കാത്ത ഒരാളായിരുന്നു. എന്തിലും ഇതുണ്ടെങ്കിലും ഞാനത് മാറ്റി വെച്ചിട്ടായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് അത്യാവശ്യം ഇത് നല്ല ഇഷ്ടം തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നന്നായി ചൂടായ വെള്ളത്തിൽ ഒരു 1/4 മണിക്കൂറോളം ഇത് കുതിർത്ത് വെക്കാം. ആ കുതിർത്ത് വെച്ച സോയാബീന് 1/4 മണിക്കൂറിന് ശേഷം നന്നായി അത് പിഴിഞ്ഞ് ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കാം. ഞാനിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കുറച്ച് കബാബ് പൗഡറുമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഒരു മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക്, പിന്നെ 1 സ്പൂണ് സോയാ സോസും ആഡ് ചെയ്ത് കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് ഇത് നന്നായി കുഴച്ച് മാറ്റി വെക്കാം. ഇത് മാഗ്നേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചാൽ നന്നായിരിക്കും. കുറച്ച് നല്ലോണം ഉപ്പും മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മളൊരു ചില്ലി ചിക്കൻ ഫ്രൈ ഒക്കെ പോലെ ഇതൊരു ഫീൽ ചെയ്യും. കാരണം കുറച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഇതിനുണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇത് നന്നായി ചൂടായി വന്ന എണ്ണയിലിട്ട് കുറച്ച് നന്നായി തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച സോയാബീൻ മുഴുവനായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാനിലേക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് സവോളയും ക്യാപ്സിക്കം മുളകും കൂടി ആഡ് ചെയ്ത് കുറച്ചൊരു കളറ് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർക്കണം. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ സോസുകളായിട്ട് സോയാ സോസും കെച്ചപ്പുമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് അളവിൽ വെള്ളത്തിലേക്ക് 1 സ്പൂൺ അളവിൽ കോൺഫ്ലവർ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സോയാബീനും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണേ. ആവശ്യമാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. അങ്ങനെ ഈ സോയാബീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയാബീൻ ചില്ലി ഫ്രൈയുടെ റെസിപ്പി. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ. തീരെ സോയാബീൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ നന്നായി ഇത് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.